إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ തഖ്വ കൈവിടാതെ സൂക്ഷിച്ചു ജീവിക്കണം എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാനിന്റെ വളരെ പുണ്യമുള്ള സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം പോലും അനാവശ്യമായി ചെലവഴിക്കാതെ പരലോകത്തേക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാനിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ അള്ളാഹു നൽകിയ ഒരു അവസരമായി അവൻ അത് ഉപയോഗിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും നല്ലവനായി അള്ളാഹു സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയായി തീരാനുള്ള പരിശ്രമമാണ് ഈ വിശുദ്ധ റമളാനിൽ വിശ്വാസികളായ ആളുകൾ നടത്തേണ്ടത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ലവനായി തീരുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിവക്ഷ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കൽപ്പിച്ച കാര്യങ്ങൾ അത് മുറതെറ്റാതെ നിർവഹിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ റമളാൻ അതിനുള്ള മാസമാണ്. ഒരു മനുഷ്യന്റെ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യത എന്ന് പറഞ്ഞാൽ പാപരഹിതനായി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിനിടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് വിലക്കിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പടച്ചറബ്ബിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി പടച്ചറബ്ബിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ പാപരഹിതനായി
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ കഴിയുക. ഇതൊരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വെള്ളിയാഴ്ചയിൽ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആമീൻ പറയാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ജുമുഅ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവിന് വിപരീതമായ രീതിയിൽ 3 ആമീൻ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മിമ്പറിലേക്ക് കയറിയപ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ച റസൂലുള്ളാഹിന്റെ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് കാരണമുണ്ട്. മൻ അദറക റമദാൻ ഫലൻ യുഗ്ഫർ ലഹു, ഒരു മനുഷ്യന് റമദാൻ മാസം കിട്ടി, റമദാനിന്റെ മുഴുവൻ മാസവും അവന് ജീവിക്കാൻ അവസരം കിട്ടി. പക്ഷേ ഫലൻ യുഗ്ഫർ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപങ്ങൾ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അത് പടച്ചറബിനോട് ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ അവന് സമയം കിട്ടിയില്ല. റമദാന് കഴിഞ്ഞുപോയി, അവന്റെ പാപങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഫഅബഅദല്ലാഹു റഹ്മതഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിൽ നിന്ന് ആ മനുഷ്യനെ വിദൂരമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അവന് നരകം കൊടുക്കട്ടെ, അവനെ സ്വർഗത്തിൽ നിന്ന് ആ മനുഷ്യനെ അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കൽ ഒന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും എന്നോട് ആമീൻ പറയാൻ വേണ്ടി പറയുകയും ചെയ്തു. ഫഖുൽതു ആമീൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. അതേപോലെ തന്നെ വമൻ അദറക വാലിദൈഹി ഔ അഹദഹുമാ ഫദഖലന്നാർ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തന്റെ മാതാപിതാക്കൾ പ്രായമായ അവസ്ഥയിൽ തന്റെ അടുക്കൽ ലഭിക്കുകയും എന്നിട്ട് ആ മാതാപിതാക്കളെ കൊണ്ട് സ്വർഗം നേടാൻ ഒരു മനുഷ്യന് സാധിക്കുന്നില്ല, അവനതുകൊണ്ട് നരകത്തിലേക്കാണ് പോയതെങ്കിൽ അവനെയും അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തു. അതുപോലെ വമൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഒരു മനുഷ്യന്റെ അടുക്കൽ ഉച്ചരിക്കപ്പെടുകയും പറയപ്പെടുകയും ചെയ്തു. പക്ഷേ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചൊല്ലിയില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അവൻ പിശുക്ക് കാണിച്ചു. അവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും ഞാൻ ആമീൻ ചൊല്ലുകയും ചെയ്തു. സഹോദരന്മാർ, ഇത് ഈ 3 കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞത് നമ്മളുമായി കൊണ്ട് ബന്ധപ്പെട്ട ഈ റമദാനുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയമാണ്. വിശുദ്ധ റമദാനിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതുമായൊരു വിഷയമാണത്. ഈ ദുനിയാവിൽ മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലെങ്കിൽ മനുഷ്യന്മാർ തെറ്റുകൾ ചെയ്യാത്തവർ ഉണ്ടാവുകയില്ല. ആ തെറ്റുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൗബയും ഇസ്തിഗ്ഫാറും നടത്തേണ്ട, അതല്ലെങ്കിൽ അതിന് വളരെ പ്രാധാന്യമുള്ളൊരു മാസമാണ് സഹോദരന്മാരെ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിൽ തൗബയും ഇസ്തിഗ്ഫാറുമായിട്ട് ഒരുപാട് ആയത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമൊക്കെ അത് നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം റജഅ എന്നാണ്, മടങ്ങി എന്നാണ് അർത്ഥം. താബ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് ആ തെറ്റ് അവിടെ അവസാനിപ്പിച്ച് വന്ന വഴിയിലേക്ക് അഥവാ തിരിച്ചു പോരുക, തിന്മയിൽ നിന്ന് ഒരു മനുഷ്യൻ തിരിഞ്ഞു നടക്കുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ, ഗഫറ എന്ന് പറഞ്ഞാൽ മറച്ചുവെച്ചു എന്നർത്ഥം. ഇനി അഥവാ ഒരു മനുഷ്യന്റെ തെറ്റ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പരസ്യപ്പെടുത്താതെ മറച്ചുവെച്ച് പടച്ചറബിനോട് അത് മറച്ചുവെക്കാൻ ആവശ്യപ്പെടുന്നതിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സഹോദരന്മാരെ അത്യന്താപേക്ഷിതമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൗബയും ഇസ്തിഗ്ഫാറുമില്ലെങ്കിൽ അവൻ വിശ്വാസിയാവുന്നില്ല. കാരണം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവൻ മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ നടത്തേണ്ടതുണ്ട്. ഇത് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ സ്വഭാവമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ സൂറത്ത് ബഖറ 160-ാമത്തെ ആയത്തിൽ കാണാം, ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫൗലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം. ഒരുപാട് തിന്മകളൊക്കെ ചെയ്ത ആളുകൾ, അള്ളാഹു ഇറക്കി വെച്ച കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ ഹദീസിലൂടെയും ഒക്കെ വിശദീകരിച്ച കാര്യങ്ങൾ അതൊക്കെ മറച്ചുവെച്ച്
വലിയ വലിയ തിന്മകൾ ചെയ്ത ആളുകളുണ്ടാകും. എന്നാൽ ആ തിന്മയിൽ ഇല്ലല്ലദീന താബൂ അസ്ലഹൂ, ആ തൗബ ചെയ്യുകയും എന്നിട്ട് ശേഷമുള്ള ജീവിതത്തിൽ ഇസ്ലാഹ് നടത്തുകയും അഥവാ ശേഷമുള്ള ജീവിതം നല്ല രീതിയിൽ നന്നാക്കുകയും ഉബയ്യനു, എന്നിട്ട് ആ തെറ്റുപറ്റിയ കാര്യങ്ങൾ അത് സമൂഹത്തോട് ഏറ്റുപറയേണ്ട കാര്യമാണെങ്കിൽ അത് പരസ്യമായി കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ഫൗലൈക അതൂബു അലൈഹിം, അത്തരം ആളുകൾക്ക് ഞാൻ തൗബ സ്വീകരിക്കുന്നതാകുന്നു. വഅനത്തവ്വാബുർ റഹീം, അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിന്റെ തൗവാബ്. അള്ളാഹു ഏറ്റവും കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനും തന്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ നന്ദി, ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നവനുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. എല്ലാ തിന്മകളിൽ നിന്നും സഹോദരന്മാരെ നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിക്കണം, തൗബ ചോദിക്കണം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, പൊതുവെ ആളുകൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുള്ള മ്ലേച്ഛമായ അബദ്ധങ്ങളിൽ നിന്നാണ്, തോന്നിവാസങ്ങളിൽ നിന്നാണ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ സാധാരണ ചോദിക്കാറുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ അവന്റെ ജീവിതത്തിൽ അള്ളാഹു അവന് കൽപ്പിച്ചിരിക്കുന്ന നിർബന്ധമായ കാര്യങ്ങൾ, ആ നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനും ഇസ്തിഗ്ഫാർ ചോദിക്കണമെന്നാണ്. അഥവാ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാത്രമല്ല, അള്ളാഹു തന്നോട് കൽപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം താൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച വരുത്തിയ കാര്യത്തിൽ നിന്ന് പോലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. അതേ വിശദീകരിക്കും, വഖദ് യകൂനു മാ തറക്കഹു മിനൽ മഅമൂരി അല്ലദീ യജിബു അലൈഹി ഫീ ബാത്തിനിഹി വളാഹിരി മിൻ ശഅബിൽ ഈമാൻ വഹഖായിഖിഹി അഅളമു ളററൻ അലൈഹി മിമ്മാ ഫഅലു മിൻ ബഅദിൽ ഫവാഹിഷി. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ള തോന്നിവാസങ്ങൾ, വൃത്തികേടുകളുണ്ടാകും, അരുതായ്മകളുണ്ടാകും, ഹറാമുകളുണ്ടാകും. ഒരുപക്ഷെ ആ ഹറാമിനേക്കാൾ പരലോകത്ത് അവന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് എന്തായിരിക്കും? പടച്ച റബ്ബ് അവനോട് കൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. ആ കൽപ്പിച്ച കാര്യം അവൻ ചെയ്യാതിരിക്കലായിരിക്കും ചിലപ്പോൾ ഒരു തോന്നിവാസം ചെയ്തതിനേക്കാൾ പടച്ച റബ്ബിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ അത് വലുതായി കാണുക. അതുകൊണ്ട് തന്നെ എല്ലാ തിന്മകളിൽ നിന്നും, താൻ ചെയ്യാൻ വിട്ടുപോയ നന്മകളിൽ നിന്നും, അതുപോലെ തന്നെ വാജിബായ കാര്യങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ പടച്ച റബ്ബ് വിലക്കിയ കാര്യങ്ങളിൽ അവന് അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിൽ നിന്നും അവന് ഇസ്തിഗ്ഫാർ ചെയ്യണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറയുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ചര്യയാണ്. പ്രവാചകന്മാർക്ക് അബദ്ധം സംഭവിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു തെറ്റുകളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോവുകയില്ല. ആ പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, തൗബ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ചിടത്തോളം ശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിലെ 143 ആയത്തിലുള്ള പറയാണ്, ഫലമ്മ അഫാഖ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുമായി കൊണ്ട് സംസാരിക്കുന്നു. ആ സംസാരിച്ചതിനിടയിൽ ആ പടച്ച റബ്ബിനെ നേരിട്ടൊന്ന് കാണണമെന്ന് അദ്ദേഹത്തിന് മനസ്സിൽ ആഗ്രഹമുണ്ടായി. ആഗ്രഹമുണ്ടായ സന്ദർഭത്തിൽ അള്ള പറഞ്ഞു, ആ പർവ്വതത്തിലേക്ക് നോക്കണം. ആ പർവ്വതത്തിലേക്ക് താങ്കൾ നോക്കുമ്പോൾ അള്ളാഹു അതിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുന്നു. അള്ളാഹു പ്രത്യക്ഷപ്പെട്ട സന്ദർഭത്തിൽ ആ പർവ്വതം പൊട്ടി തകർന്നു പോകുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി ഭൂമിയിലേക്ക് വീഴുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലമ്മ അഫാഖ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാകുന്നു, തുബ്തു ഇലൈക വ അന അവ്വലുൽ മുസ്ലിമീൻ വ അന അവ്വലുൽ മുഅ്മിനീൻ, അല്ലാഹുവേ ഞാൻ നിന്നോട് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ചോദിച്ചത്, അതുകൊണ്ട് തന്നെ സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാകുന്നു, തുബ്തു ഇലൈക വ അന അവ്വലുൽ മുഅ്മിനീൻ, അല്ലാഹുവേ ഞാൻ നിന്നോട് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. ഞാൻ ആ മുഅ്മിനീങ്ങളിൽ, നീ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരിൽ ഞാൻ ഒന്നാമനായി മാറിയിരിക്കുന്നു. അമ്പിയാക്കന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യം ചോദിച്ചു പോയാൽ പോലും അതൊരു മഹാപാപമാകണമെന്നില്ല, ഒരു ചെറിയ തിന്മയാകണമെന്ന് പോലുമില്ല. എന്നാൽ പോലും അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ച് പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന അടിമകളെയായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നമ്മൾ കാണുന്നത്. സഹോദരന്മാരെ, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടിമകളാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ, ജീവിതത്തിൽ വൃത്തിയുള്ള, ശുദ്ധിയുള്ള ആളുകളെയും അതുപോലെ തന്നെ പാപത്തിൽ നിന്ന് ശുദ്ധിയാക്കുന്ന തൗബ ചെയ്യുന്ന ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിയായിക്കൊണ്ട് ഇഷ്ടപ്പെടുന്നു. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, നിങ്ങൾക്ക് തൗബ ചെയ്യണമെന്നാണ്, നിങ്ങൾക്ക് തൗബ മഗ്ഫിറത്ത് നൽകണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. എന്നാൽ വയുരീദുല്ലദീന യത്തബിഊന ശഹവാത്ത്, തൗബ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാതെ
ഷഹവാത്തുകളെ പിൻപറ്റുന്ന, ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകളുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന തമീലു മൈലൻ അളീമ, അള്ളാഹുവിന്റെ തൗബയിൽ നിന്നെല്ലാം വിദൂരമായി തൗബ ചെയ്ത് മടങ്ങാതെ അല്ല വിലക്കിയ കാര്യങ്ങളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും പോയി ഷഹവാത്തിന്റെ പിന്നാലെ പോകാനാണ് ആ വിശ്വാസികളല്ലാത്ത ആളുകൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അത്തരം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ്. സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച തിന്മകൾ എത്രയായിരിക്കും? അത് നമുക്കും പടച്ചോനും അറിയുന്ന ഒരുപാട് തിന്മകളുണ്ട്. അതുപോലെ നമ്മൾ മറന്നുപോയ തിന്മകളുണ്ടാകും. ചെറുപ്പത്തിലും ചെയ്ത തിന്മകളൊന്നും ഒരുപക്ഷെ നമുക്ക് ഓർമ്മയുണ്ടാകുകയില്ല. എത്രയാണ് അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത്, അത്രയും അള്ളാഹു ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാൻ, അന്ന റജുലൻ അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഹദുനാ യസ്നിബ്, അള്ളാഹുവിന്റെ പ്രവാചകൻ, ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നു, എന്താണ് സംഭവിക്കുക? പ്രവാചകൻ പറഞ്ഞു, യുക്തബു അലൈഹി, ആ തിന്മ അള്ളാഹു അവന് വേണ്ടി എഴുതി വെക്കും. ഖാല, എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, വയസുമ്മ യസ്തഗ്ഫിറു മിൻഹു വയതൂബ്, ആ മനുഷ്യൻ ആ തൗബയിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ, അള്ളാഹുവിനോട് തൗബ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഖാല, പ്രവാചകൻ പറഞ്ഞു, യുഗ്ഫർ ലഹു വയതാബു അലൈഹി, അള്ളാഹു ആ മനുഷ്യന് തൗബ കൊടുക്കും, അള്ളാഹു മനുഷ്യന് പുറത്തു കൊടുക്കും. ഖാല, എന്നിട്ട് ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, ഫയഊദ്, ആ മനുഷ്യൻ ആ തിന്മ ചെയ്തതിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്തു, പക്ഷെ രണ്ടാമതും വീണ്ടും ആ മനുഷ്യൻ തിന്മ ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുക്തബു അലൈഹി, അള്ളാഹു വീണ്ടും ആ തിന്മ അവൻ എഴുതി വെക്കും. വീണ്ടും അവൻ ഇസ്തിഗ്ഫാർ ചെയ്താൽ ആ തിന്മ മായ്ച്ചു കളയും. എന്നിട്ട് പ്രവാചകൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് സഹാബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, വലാ യമുല്ലുല്ലാഹു ഹത്താ തമുല്ലു, നിങ്ങൾ അള്ളാഹുവിനോട് എത്ര തന്നെ അടുത്തേക്ക് ഇസ്തിഗ്ഫാർ കൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കുന്നുവോ, അള്ളാഹു അത്രയും നിങ്ങളോട് അടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എപ്പോൾ ഇസ്തിഗ്ഫാർ മടുപ്പ് വന്നുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കൽ, പടച്ചവനോട് തൗബ ചോദിക്കൽ നിങ്ങൾ എപ്പോൾ നിർത്തുന്നുവോ, അപ്പോഴേ അള്ളാഹു നിർത്തുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസിഅൻ നഹാർ, പകൽ സമയത്ത് തിന്മ ചെയ്ത മനുഷ്യന്മാർക്ക്, ആ മനുഷ്യന്മാർക്ക് വേണ്ടി തൗബ സ്വീകരിക്കാൻ, ആ മനുഷ്യൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി രാവുകളിൽ അള്ളാഹു അവന്റെ ഇരു കരങ്ങളും നീട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ രാവിൽ ഒരു മനുഷ്യൻ തിന്മ ചെയ്താൽ പകൽ അള്ളാഹു അവന്റെ ഇരു കരങ്ങളും നീട്ടിക്കൊണ്ട് അവൻ തൗബ ചെയ്യുമ്പോൾ ആ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് കരങ്ങളും അള്ളാഹു നീട്ടിക്കൊണ്ടിരിക്കും. ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ അതിന്റെ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചുയരുന്നത് വരെ, അഥവാ അന്ത്യനാളിന്റെ സമയം വരേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും, ആ മനുഷ്യന് ഇസ്തിഗ്ഫാർ നൽകിക്കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരന്മാരെ വിശദീകരിക്കാൻ. ഇനി തൗബ എന്ന് പറഞ്ഞ ഇസ്തിഗ്ഫാർ മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾക്ക് അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന നന്മകളും യഥാർത്ഥത്തിൽ ഒരു പരിഹാരമാണ്. പ്രവാചകന്റെ അടുക്കൽ വന്നൊരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു ദംബൻ അളീമൻ, അല്ലാഹുവിന്റെ റസൂലേ, വലിയ ഒരു തിന്മ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഫഹല്ലി മിൻ തൗബത്തിൻ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് തൗബയുണ്ടോ എന്ന് പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിക്കാൻ. അപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല്ലക മിൻ ഉമ്മിൻ, നിനക്ക് മാതാവുണ്ടോ എന്ന റസൂലുള്ളാഹിന്റെ ചോദ്യം. നീ ഇസ്തിഗ്ഫാർ ചെയ്തോന്നല്ല, ഇസ്തിഗ്ഫാർ ചെയ്യണം, അതോടൊപ്പം തന്നെ നിനക്ക് ജീവിച്ചിരിക്കുന്ന ഉമ്മയോ ബാപ്പയോ ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രവാചകന്റെ ചോദ്യം. ആ സഹാബി പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല. ഫഖാല ഹല്ലക മിൻ ഖാലത്തിൻ, നിനക്ക് ഇളയമയുണ്ടോ, ഉമ്മയുടെ സഹോദരിമാരുണ്ടോ? പ്രവാചകന്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, എനിക്ക് ഉമ്മയുടെ സഹോദരിമാരുണ്ട്, മൂത്തമ്മയായും അതുപോലെ തന്നെ ഇളയമയായിക്കൊണ്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട്. പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ ഫബർറഹ, നീ അവർക്ക് പോയി നന്മ ചെയ്യുക, നിന്റെ തിന്മകൾക്കുള്ള പരിഹാരം അതിലൂടെ സംഭവിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരൻ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നന്മകൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ തിന്മകൾ അള്ളാഹുവിന്റെ അടുക്കൽ പരിഹരിക്കപ്പെടുന്നത്. എത്ര വലിയ തിന്മയാണെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് മുർത്തദ്ദായി പോയി, നിങ്ങൾ കൂട്ടിക്കൊള്ളി, ഒരു ഇസ്ലാമിൽ നിന്നൊരു മനുഷ്യൻ മുർത്തദ്ദായി പറഞ്ഞ കാഫിറായി പോയി, ആ കാഫിറായി പോയ മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായ തൗബ അവന്റെ മനസ്സിലുണ്ടെങ്കിൽ പടച്ചവനത് സ്വീകരിക്കും. ഇമാം നസഈ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹാരിസ് ഇബ്നു സുവൈദ് എന്ന് പറയുന്ന അൻസാരിയായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു, മുസ്ലിമായി. പക്ഷെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി.
മുർത്തദ്ദായി പോയി. കാന റജുലുൻ മിനൽ അൻസാർ അസ്ലമ സുമ്മ ഇർതദ്ദ വലഹിഖ ബിശ്ശിർകി, എന്നിട്ട് മുശ്രിക്കുകളുടെ കൂടെ അദ്ദേഹം ചേരുകയാണ്. പക്ഷെ കുറച്ചു കാലം ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് ഖേദം തോന്നുകയാണ്. തുമ്മ തനദ്ദമ, അദ്ദേഹത്തിന് ഖേദം തോന്നി. ഫഅർസല ഇലാ ഖൗമിഹി, എന്നിട്ട് തന്റെ ആളുകളെ, അദ്ദേഹത്തിന്റെ ആളുകടക്കിലേക്ക് അദ്ദേഹം ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, സലൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹല്ലി മിൻ തൗബത്തിൻ, ഞാൻ മുർത്തദ്ദായി പോയിട്ട് ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആ ഇർത്തദായി പോയത്, ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോയതിൽ എനിക്ക് ഖേദം തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ടില്ലായിരുന്നു, എനിക്ക് മുസ്ലിം ആകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പോയിക്കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ ചെന്ന് ചോദിക്കൂ. എന്താണ് ചോദിക്കേണ്ടത്? ഈ ഹാരിസിന് തൗബയുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിക്കൂ എന്ന് റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ചോദിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് ആൾ വന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കൽ ഈ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നു, കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറു ബഅദ ഈമാനിഹിം വശഹിദു അന്ന റസൂല ഹഖ്ഖുൻ വജാഅഹുമുൽ ബയ്യിനാതു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖൗമിന് ഹിദായത്ത് കൊടുക്കുക? അവർ മുഅ്മിനായതിനു ശേഷം അവർ കുഫ്റിലേക്ക് പോയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഹഖാണ്, പ്രവാചകൻ സത്യപ്രവാചകനാണ് എന്ന് ശരിയായ വിശ്വസിക്കുകയും പിന്നീട് ഇതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തില്ല. അവർ വജാഅഹുമുൽ ബയ്യിനാത്ത്, അവർ വ്യക്തമായ തെളിവുകൾ വന്നില്ലേ? എന്നിട്ടും അവർ കുഫ്റിലേക്ക് മടങ്ങിപ്പോയില്ലേ? അവർക്ക് എങ്ങനെയാണ് തൗബ സ്വീകരിക്കുക എന്ന് അന്ന് അല്ലാഹു വിശദീകരിച്ച ശേഷം പറയും, എന്നാൽ ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ, ഒരു മനുഷ്യൻ ഇസ്ലാം എന്നങ്ങോട്ട് പുറത്തുപോയി തന്നെ കൂട്ടിക്കോളി, പക്ഷെ അവൻ ആത്മാർത്ഥമായി അവന് ഖേദം തോന്നുകയും അവൻ തൗബ ചെയ്യുകയും വതാബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ, അവൻ നന്നാക്കുകയും ചെയ്താൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനാണ്, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് പറയുകയും സൂറത്ത് ആൽ ഇംറാന്റെ 88-89 ആയത്തുകൾ ആ സന്ദർഭത്തിലാണ് ഇറങ്ങിയത്. അഥവാ ഇസ്ലാം നിങ്ങളുടെ പുറത്തുപോയാൽ പോലും, മുർത്തദ്ദായി പോയിട്ടുണ്ടെങ്കിൽ പോലും, ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ പടച്ചറബ് അത് സ്വീകരിക്കും എന്നൊരു ഹദീസിൽ കാണാം. ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ഈ വിവരം പറഞ്ഞേക്കപ്പെടുകയും അങ്ങനെ ഫഅർസല ഇലൈഹി ഫഅസ്ലമ, ആ മനുഷ്യൻ വന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് വീണ്ടും തൗബ ചെയ്യുകയും ചെയ്തു എന്ന്, പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ആ മനുഷ്യൻ നല്ല രീതിയിൽ മുസ്ലിമായി കൊണ്ട് ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാം. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ തിന്മയാണ് അവൻ മുർത്തദ്ദായി പോകുക എന്നുള്ളത്. നഊദു ബില്ലാഹി മിൻ ദാലിക്. ആ മുർത്തദ്ദായി പോയ ഒരു മനുഷ്യന് പോലും തൗബയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ലൗ അഖ്തഅതും ഹത്താ തബ്ലുഗ ഖതായാകും അസ്സമാ സുമ്മ തുബ്തും ലതാബ അലൈക്കും. നിങ്ങളൊരു മനുഷ്യൻ തിന്മ ചെയ്യുകയാണ്, ആ തിന്മ കൂടി വന്ന് ആകാശം മുട്ടെ വാനം മുട്ടെ നിങ്ങൾക്കൊരു മനുഷ്യൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സുമ്മ തുബ്തും, പിന്നീട് നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്താൽ ലതാബ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു തൗബ തരുന്നതാണ്, നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. അബദ്ധങ്ങൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ കുല്ലുക്കും ഖത്താഊൻ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ അത് രഹസ്യമായിട്ടും പരസ്യമായിട്ടുള്ളതാണെങ്കിൽ അള്ളാഹുവിനോട് ഏറ്റുപറയാൻ പറ്റിയ സമയമാണിത്. റമദാനിന്റെ അത്താഴത്തിന്റെ സമയങ്ങളിലും അതുപോലെ തന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയങ്ങളിലും നോമ്പ് തുറക്കുന്ന സമയങ്ങളിലും നമസ്കാരത്തിന് ശേഷമുള്ള സമയങ്ങളിലും ഇനി ആരും കാണാതെ ഒറ്റയ്ക്കിരുന്നു കൊണ്ടുമൊക്കെ പടച്ചറബിനോട് നമ്മുടെ സ്വകാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ തിന്മകൾ ഏറ്റുപറയാനുള്ള സമയമാണ് സഹോദരന്മാരെ വിശുദ്ധ റമദാൻ. ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെ വിഷയം തന്നെയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരിക്കുകയാണെങ്കിൽ പ്രവാചകൻ, നമ്മളൊക്കെ സദസ്സിലിരിക്കുക എന്തൊക്കെ വർത്താനങ്ങൾ പറയും, എന്തൊക്കെ സംസാരങ്ങൾ നിർവഹിക്കും. പക്ഷെ പ്രവാചകന്റെ ചര്യ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വഇന്നാ കുന്നാ ലനഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദി 100 മറത്തിൻ റബ്ബി ഇഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിങ്ങൾ സദസ്സിലിരിക്കുകയാണെങ്കിൽ ആ സദസ്സ് പിരിഞ്ഞ് എണീറ്റ് പോകുന്നതിന് മുമ്പ് പ്രവാചകൻ 100 തവണയെങ്കിലും പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ എണ്ണാറുണ്ട് എന്നാണ്. എന്താ റസൂൽ പറയാം? റബ്ബി ഇഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റസൂൽ സദസ്സിലിരുന്നാൽ ആ സദസ്സ് പിരിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് പ്രവാചകൻ 100 തവണ എണ്ണുന്നത് ഞങ്ങളിങ്ങനെ കൈകൊണ്ട് എണ്ണം പിടിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ചര്യ വിശദീകരിക്കാൻ. നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ സദസ്സിരുന്നാൽ എന്തൊക്കെ ഗൈബത്തും നമീമത്തുമാണ് പറയാറുള്ളത്.
എന്നിട്ട് അവിടുന്ന് കഫാറത്തുൽ മജ്ലിസ് പോലും ചെല്ലാതെയാണ് പലപ്പോഴും നമ്മളൊക്കെ എഴുന്നേറ്റ് വരിക. റസൂലുള്ളാഹിന്റെ സദസ്സങ്ങളിൽ പ്രവാചകൻ എന്തിരുന്നാലും തന്റെ പാപങ്ങളും അതുപോലെ തന്നെ തന്റെ തിന്മകളുമൊക്കെ പടച്ചറബ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പടച്ചറബ് അത് പുറത്തു തരണമെന്ന ആഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ തിന്മകളാണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യ അനുസരിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്ത് പടച്ചറബിനോട് തൗബ ചെയ്താൽ അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്. അതല്ലാതെ റസൂലുള്ളാഹിനോട് മാപ്പ് ചോദിക്കാം, അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും പ്രാർത്ഥിക്കുന്നതും റസൂലുള്ളാഹിന്റെയും ഇസ്ലാമിന്റെ രീതിയല്ല. അള്ളാഹുവിനോട് തൗബ ചെയ്താൽ വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പടച്ചറബല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ലോകത്ത് വേറെ ആരുള്ളത്? അള്ളാഹു മാത്രമാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹ് പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ച ആളുകൾ, ഖുൽ നബിയെ നിങ്ങൾ പറയണം, യാ ഇബാദി എന്നാണ് അള്ളാഹ് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തിന്മകൾ ചെയ്ത അടിമകളെയും പടച്ചറബിന്റെ വിളി ഓ കുറ്റവാളികളെ എന്നല്ല, ഓ തെമ്മാടികളെ എന്നല്ല, ഓ തെറ്റ് ചെയ്തവരെ എന്നല്ല. ഖുൽ നബിയെ നിങ്ങൾ പറ, യാ ഇബാദി എന്റെ അടിമകളെ എന്നാണ് അള്ളാഹ് വിളിച്ചത്. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ പുന്നാര അടിമകളെ, നിങ്ങൾ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ എന്റെ റഹ്മത്തിനെ കുറിച്ച്, പടച്ചറബിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും, അത് രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും, എന്ത് വലിയ തോന്നിവാസമാണെങ്കിലും, ശിർക്കും കുഫറുമാണെങ്കിലും, മുർത്തദ്ദായി പോകുന്ന തെറ്റാണെങ്കിലും, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅൻ, പടച്ചറബ് മുഴുവൻ തെറ്റുകളും പൊറുക്കുന്നവനാണ്. ഇത് വിശ്വാസികളെ വിളിച്ചുകൊണ്ടല്ല, ലോകത്ത് ഏതൊക്കെ തിന്മകൾ ചെയ്ത മനുഷ്യരുണ്ടെങ്കിലും ആ മനുഷ്യരെ വിളിച്ചു എന്റെ അടിമകളെ എന്നാണ് അള്ളാഹു അവിടെ വിളിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യം നോക്കണം നിങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു മനുഷ്യൻ തിന്മ ചെയ്ത് ആ തിന്മയിൽ നിന്ന് മടങ്ങി വരുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ യാത്ര പോകുമ്പോൾ അവന്റെ യാത്രാമൃഗം നഷ്ടപ്പെടുന്നു, ആ മൃഗത്തിന്റെ പുറത്താണ് അവന്റെ എല്ലാം, അവന്റെ വസ്ത്രവും അവന്റെ വെള്ളവും അവന്റെ ഭക്ഷണവും എല്ലാം ആ മനുഷ്യന്റെ ആ മൃഗത്തിന്റെ പുറത്താണ്. പക്ഷെ ആ മൃഗം നഷ്ടപ്പെടുന്നു അവന്റെ ജീവിതത്തിൽ. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ആ മൃഗം അവന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നാൽ അവനുണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ കൂടുതലായിക്കൊണ്ടാണ് പടച്ചറബിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ പടച്ചോനെ നീ എനിക്ക് പുറത്തു കൊണ്ടാ എന്ന് പറഞ്ഞ് അവന്റെ മുന്നിലേക്ക് രണ്ട് കരങ്ങളും നീട്ടിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അള്ളാഹ്ക്ക് ലജ്ജയാണ് ആ മനുഷ്യൻ തന്റെ പടച്ചറബിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടിയാൽ അത് വെറുതായിക്കൊണ്ട്, സിഫറായിക്കൊണ്ട്, പൂജ്യമായിക്കൊണ്ട് മടക്കാൻ, ഒന്നും കൊടുക്കാതെ, അവന് ഇസ്തിഗ്ഫാർ കൊടുക്കാതെ മടക്കാൻ പടച്ചറബ് ലജ്ജിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമദാനിൽ നമ്മൾ നമ്മുടെ തിന്മകൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. നമ്മൾ നമ്മുടേത് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ റമദാൻ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ മാത്രമല്ല, പടച്ചോനെ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ മുഴുവൻ വിശ്വാസികളായ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ കാണാം, റബ്ബിഗ്ഫിർലി, അല്ലാഹു നീ എനിക്ക് പുറത്തുകൊണ്ട, വലിവാലിദയ്യ, പടച്ച റബ്ബേ എന്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തുകൊണ്ട, വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ, എന്റെ വീട്ടിൽ മുഅ്മിനായിക്കൊണ്ട് പ്രവേശിക്കുന്ന എന്റെ കുടുംബങ്ങൾ, എന്റെ മക്കൾ, എന്റെ ഭാര്യമാർ, അതുപോലെ തന്നെ എന്റെ എല്ലാ കുടുംബക്കാർക്കും നീ പുറത്തുകൊണ്ട, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അള്ളാഹുവിനെ അവർക്ക് പുറത്തു കൊടുക്കണം. ഇത് നമുക്കൊരു മാതൃകയാണ്. നമുക്ക് വേണ്ടി മാത്രം ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ പോരാ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും വേണ്ടിയുമൊക്കെ നമ്മൾ റമദാനിൽ ഇസ്തിഗ്ഫാർ ചോദിക്കണം. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ മലക്കുകൾ പോലും വിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കും. അവർ സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല, വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അള്ളാഹുവിന്റെ അടുക്കലുള്ള മലക്കുകൾ അവർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരാണ്. വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി, അവർ ഭൂമിയിലുള്ള ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അർശിന്റെ അടുക്കൽ ജീവിക്കുന്ന, എത്രയോ വിദൂരതയിൽ ജീവിക്കുന്ന, നമ്മളുമായി കൊണ്ട് പ്രത്യക്ഷത്തിലൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത അള്ളാഹുവിന്റെ മലക്കുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന പാവങ്ങളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുമെന്നാണ്. ആ മലക്കുകൾ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ അരുമ സന്താനങ്ങൾ, നമ്മുടെ ഭാര്യമാർ, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ മുഅ്മിനീങ്ങളായ ആളുകൾ, അവരെല്ലാവർക്കും വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിക്കണം. സ്വന്തത്തിന് വേണ്ടി പ്രത്യേകിച്ചും രഹസ്യമായിക്കൊണ്ട് അള്ളാഹുവിനോട് ഒഴിഞ്ഞിരിക്കാൻ സഹോദരന്മാരെ ഈ റമദാൻ നമ്മൾ സമയം കണ്ടെത്തണം. പ്രവാചകൻ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 ഭാഗം എണ്ണിയപ്പോൾ അതിൽ ഒന്നെണ്ണിയത് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഒഴിഞ്ഞിരിക്കുകയും
അഥവാ തന്റെ തെറ്റുകളും അതുപോലെ തന്നെ അരുതായ്മകളുമൊക്കെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറയുകയും ആരും കാണാതെ പടച്ച റബ്ബിന്റെ മുന്നിൽ അല്ലാഹു മാത്രം കാണാൻ ഒരിറ്റ് കണ്ണുനീർ അവന് വേണ്ടി സ്വന്തത്തിന് വേണ്ടി അവൻ ഒറ്റിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചത്. അതുകൊണ്ട് ഈ റമദാനിൽ ആ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കപ്പെട്ട് അവന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, വിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് ആ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ തികഞ്ഞ ജാഗ്രത കാണിക്കണം. നമ്മുടെ നാവും കണ്ണുകളും ഇന്ദ്രിയങ്ങളുമെല്ലാം നിയന്ത്രിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നോമ്പ് മുന്നോട്ട് പോകേണ്ടത്. നോമ്പ് നിർബന്ധമായി മുറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ലൈംഗിക ബന്ധത്തിലൂടെ മുറിയും, അതുപോലെ തന്നെ ഭക്ഷണം മനഃപൂർവ്വം കഴിച്ചാൽ മുറിയും, അതുപോലെ തന്നെ മനുഷ്യന് സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ, സ്വപ്നസ്ഖലനമല്ലാത്ത രൂപത്തിലാണെങ്കിൽ അതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അശുദ്ധി ഉണ്ടായാൽ, പ്രസവരക്തമാണെങ്കിലും അല്ലാത്ത രക്തങ്ങളാണെങ്കിലും അതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നോമ്പ് മുറിയാത്ത എന്നാൽ മുറിയുന്നതായിക്കൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നോമ്പ് നോറ്റാൽ ഒരു മനുഷ്യൻ മുങ്ങിക്കുളിച്ചാൽ അവന്റെ നോമ്പ് മുറിയുകയില്ല. പക്ഷേ നമ്മൾ സൂക്ഷ്മത കാണിക്കലാണ് ഏറ്റവും നല്ലത്. നോമ്പ് മുറിയുമെന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ വായിലേക്കോ അല്ലെങ്കിൽ മൂക്കിലേക്കോ വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അതുപോലെ ആളുകൾക്ക് സംശയമുള്ളൊരു കാര്യമാണ് പല്ല് തേച്ചാൽ. ഇപ്പോൾ അസറിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാർ പല്ല് തേക്കാൻ പാടില്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അതൊന്നും ശരിയായ രീതിയല്ല. ഒരു മനുഷ്യൻ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പല്ല് തേച്ചാൽ പോലും അവന്റെ നോമ്പിന് അത് ഭംഗം വരികയില്ല എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. കാരണം ഒരു മനുഷ്യന്റെ വായ എന്ന് പറഞ്ഞാൽ എപ്പോഴും വൃത്തിയായി അവന് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നോമ്പുകാരന്റെ വായക്കുണ്ടാകുന്ന വാസന അത് അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവൻ വായ ദുർഗന്ധമുണ്ടാക്കി നടക്കണം എന്നതല്ല അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും തന്റെ വായ വൃത്തിയാക്കാറുണ്ട്, പ്രത്യേകിച്ചും ഉറങ്ങി എഴുന്നേറ്റാൽ. അതുപോലെ തന്നെ നോമ്പുകാരനാണെങ്കിലൊക്കെ നമ്മൾ വായയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരിക്കലും നോമ്പ് മുറിയുന്ന കാര്യമല്ല. അത് റസൂലുള്ളാഹിന്റെ അടുക്കൽ സുന്നത്തായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു കാര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കണ്ണിൽ സുറുമിടുക, അതുപോലെ തന്നെ കണ്ണിൽ എന്തെങ്കിലും തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുക, ഇതിനൊന്നും കൊണ്ട് നോമ്പ് കുഴപ്പം വരികയില്ല. അതേസമയത്ത് മൂക്കിലേക്കോ വായിലേക്കോ നേരിട്ട് നമ്മൾ മരുന്ന് ഉറ്റിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എണ്ണ തേക്കുക, തലയിൽ നോമ്പുകാരനാണെങ്കിൽ തലയിൽ എണ്ണ തന്നെ കുഴപ്പമില്ല, സുഗന്ധം പൂശുന്നതിന് കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും മനുഷ്യൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുക്കുന്നത് കൊണ്ടും ഒരു മനുഷ്യന് നോമ്പ് മുറിയുകയില്ല. അതുപോലെ തന്നെ പല്ലുവേദന ഒന്നും പല്ല് പറിക്കുന്നതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. പക്ഷെ അവിടെ മരുന്നുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും വായിലേക്ക് വരാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉമിനീര് ഇറക്കിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല. വെറുതെ നോമ്പ് നോറ്റി ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കാണാം. അതിന്റെ ആവശ്യം. അതേസമയത്ത് കഫം നമ്മുടെ വായിലേക്ക് വന്ന കഫമാണെങ്കിൽ അത് നമ്മൾ തുപ്പിക്കളയാൻ ഏറ്റവും നല്ലത്. അല്ലാത്ത തൊണ്ടയിൽ നിന്ന് ആഴേക്ക് ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് ഒരിക്കലും അതൊന്നും നോമ്പ് മുറിയുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെ ഭക്ഷണം രുചിച്ച് നോക്കുക അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ അതൊക്കെ നമ്മൾ സൂക്ഷ്മത കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാളൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വായയും നമ്മുടെ നാവ് നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, ഈ പറയുന്ന നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ കൂലി കിട്ടൂല, പട്ടിണി മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വിശുദ്ധ റമദാൻ നമ്മൾ ശ്രദ്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച രീതിയിൽ തന്നെ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ജുമുഅക്ക് ശേഷം കളക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ജാമിയയുടെ ഒരു ഓഫ് ക്യാമ്പസ് ആയിട്ടുള്ള നമ്മുടെ ജാമിയയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദാറുൽ അർക്കം എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
ആ സ്ഥാപനത്തേക്ക് വേണ്ടിയുള്ള പിരിവാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്ന് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. എല്ലാ ആളുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ സംഭാവനകൾ അതുപോലെ തന്നെ സ്വതക്കളൊക്കെ കൊടുക്കണം എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച സക്കാത്തിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ആ കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. സക്കാത്ത് റമദാനിൽ കൊടുക്കാൻ ബാധ്യതയുള്ള ആളുകളുണ്ടെങ്കിൽ അത് റമദാനിൽ തന്നെ കൃത്യമായി ഇതിന്റെ കണക്ക് നോക്കി കൊടുക്കണം. അതുപോലെ തന്നെ സ്വതക്കകൾ ധാരാളമായി കൊണ്ട് വർദ്ധിപ്പിക്കുക. നമ്മുടെ ജാമ്യ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു വെള്ളിയാഴ്ച ജാമ്യയുടെ കളക്ഷൻ എടുക്കും. എന്നാലും കഴിവിന്റെ പരമാവധി ആളുകൾ ജാമ്യക്ക് കളക്ഷൻ കൊടുക്കുക. അതുപോലെ നമ്മുടെ പീസ് റേഡിയോ ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സ്വതക്കകൾ കൊടുക്കാൻ ഒരുപാട് മേഖലകൾ നമ്മുടെ മുമ്പിലുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് നടത്തുന്ന വിശുദ്ധ ഖുർആന്റെ വിജ്ഞാന പരീക്ഷയുണ്ട്. എല്ലാ ആളുകൾക്കും പ്രായഭേദമന്യേ പങ്കെടുക്കാവുന്ന പരീക്ഷയാണ്. സൂറത്ത് സജദയും അഹ്സാബും സബവുമാണ് ഇപ്രാവശ്യം അമാനിമയിലൂടെ തഫ്സീർ എന്നുള്ളത്. അതുകൊണ്ട് ആ പരീക്ഷയിൽ നമ്മൾ പഠിച്ച് പാസ്സാകുന്ന ആളുകൾക്ക് വലിയ സമ്മാനങ്ങളുണ്ട്. സമ്മാനം കിട്ടാൻ വേണ്ടി മാത്രമല്ല, വിശുദ്ധ റമദാനിൽ ഖുർആനുമായിക്കൊണ്ട് ബന്ധപ്പെടുക എന്ന ലക്ഷ്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിശുദ്ധ റമദാൻ നോമ്പുകൾ നോൽക്കുവാനും തറാവീഹുകളും അതുപോലെ തന്നെ സദഖകളുമായി നന്മകൾ വാരിക്കൂട്ടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പനുഷ്ഠിക്കുന്നവരിൽ അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا تقبل منا صيامنا وقيامنا وركوعنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا قيامنا وصيامنا يا رب العالمين. ربنا تقبل منا صيامنا وقيامنا يا رب العالمين. ربنا إنك أنت الغفور الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.